ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ മാസം 5-ാം തീയതി ഇന്ന് വിശുദ്ധ ഫൗസ്തീനാമയുടെ തിരുനാൾ സാർവത്രിക സഭ ആഘോഷിക്കുന്ന ദിവസം. ലോകമെമ്പാടും ദൈവത്തിന്റെ കരുണ ചൊരിയാൻ കരുണ അപ്പസ്തോലയായി സ്വർഗം തെരഞ്ഞെടുത്ത ആ പുണ്യവതിയിൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ പുണ്യവതിയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ അഭയം പ്രാപിച്ച് ഈശോയുടെ കരുണയിലേക്ക് അതിവേഗം കുതിച്ചു പാഞ്ഞ് ജീവിച്ചവരാണ്. അതുകൊണ്ട് ഈ ദിവസം ജപമാല മണികൾ കൈകളിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ആഗ്രഹത്തോടെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ ജപമാല പ്രാർത്ഥിക്കാൻ ഫൗസ്തീനാമയുടെ മധ്യസ്ഥം കൂടി നമുക്ക് ചോദിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരുണ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ ഉപകരണമായി തീർന്ന പരിശുദ്ധ അമ്മയെ പോലെ ദൈവകരുണയുടെ ആഴങ്ങളിലേക്ക്, വലിയ വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഒരു കൊച്ചു കന്യകയ്ക്ക് ദൈവം അനുഗ്രഹം കൊടുത്തെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ലോകത്തിലേക്ക് കർത്താവിന്റെ കരുണ ധാരാളമായി ചുരിയപ്പെടുന്ന ഈ ദിവസം നമ്മൾ ഈശോയോട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവ കരുണ വെളിപ്പെടാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണ നിറഞ്ഞ സംഭവം വിശുദ്ധ മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിമനോഹരമായി 46 മുതൽ 52 വരെയുള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ധനായ ബർത്തിമേയുസ് വഴിയരികിലിരുന്ന് കരഞ്ഞു വിളിക്കുമ്പോൾ കേൾക്കാതെ പോകാൻ കഴിയാത്ത തമ്പുരാൻ, കരുണയുള്ള തമ്പുരാൻ അവന്റെ കരച്ചിലിന് നേരെ കരുണയുള്ള കണ്ണുകളും കരുണയുള്ള കാതുകളും കൂർപ്പിച്ചു വെച്ച് അടുത്തേക്ക് അവനെ വിളിച്ചിട്ട് കരുണയോടെ അവിടുന്ന് ചോദിച്ചു. 10-ാം അധ്യായം 51-ാമത്തെ വചനം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവരോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. പ്രിയപ്പെട്ട മക്കളെ, കരുണയുടെ വലിയൊരു ചിത്രം വിശുദ്ധ ഗ്രന്ഥം വരച്ചു കാണിക്കുമ്പോൾ വഴിയിലിരിക്കുന്നവരെ സാധാ ഗൗനിക്കാത്ത എന്നോടും നിങ്ങളോടും ഈശോ പറയുകയാണ്, നീ എവിടെ ഇരിക്കുന്നു എന്നതല്ല, അവനെ കാണാൻ നിന്റെ മനസ്സിന് കൊതിയുണ്ടെങ്കിൽ, അവനെ കേൾക്കാൻ നിന്റെ കണ്ണ് കൊതിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അടുത്തേക്ക് വരാൻ രാജാതിരാജനായ ഈശോ സന്നദ്ധനാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് ഇത്, പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈശോ നമ്മോട് ചോദിക്കുകയാണ്, മകളെ, മകനെ, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഇന്നേ ദിവസം ജപമാല പ്രാർത്ഥനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ നമ്മൾ ഇന്നേ ദിവസം പാവപ്പെട്ടവനിലേക്ക് ഇറങ്ങി വന്ന് പാവപ്പെട്ടവന്റെ വേദനകൾ തിരിച്ചറിഞ്ഞ് പാവപ്പെട്ടവൻ വഴിയരികിലോ റോഡിലോ നിന്ന് പ്രാർത്ഥിച്ചാലും അത് കേട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ അതിമനോഹരമായ ഒരു ജീവിതം, പരിശുദ്ധ അമ്മയുടെ വലിയൊരു പ്രത്യക്ഷീകരണത്തെ കുറിച്ച് ഗാഡലൂപ്പെ മാതാവിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. 1931 നമുക്ക് പരിശുദ്ധ അമ്മയുടെ ആദ്യ പ്രത്യക്ഷീകരണത്തെ കുറിച്ച്, അതായത് ഗാഡലൂപ്പെ മാതാവിന്റെ ആദ്യത്തെ പ്രത്യക്ഷീകരണത്തെ കുറിച്ച് ഡിസംബർ മാസം 19-ാം തീയതിയാണ് ഈ പരിശുദ്ധ അമ്മ ഗാഡലൂപ്പെ മാതാവ് പ്രത്യക്ഷപ്പെടുക. സ്പാനിഷ് രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. സ്പാനിഷിൽ, നിങ്ങൾ സ്പെയിനിലുള്ള ഒരു രാജ്യം, ഒരു സ്ഥലത്താണ് ഈ ഗാഡലൂപ്പെ മാതാവ് പ്രത്യക്ഷപ്പെടുക. അപ്പോൾ സൗത്ത് അമേരിക്കയിൽ അസ്തേക് വംശജർ ധാരാളമായി ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ് സൗത്ത് അമേരിക്കയിൽ. അവിടെ സ്പാനിഷ് രാജാവും ഈ അസ്തേക് വംശജർ തന്നെയാണ്. അമേരിക്കക്കാര് സ്പാനിഷുകാരെ കീഴടക്കുകയാണ്. 6 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം. അസ്തേക് ദൈവങ്ങളെയാണ് അവർ ആരാധിച്ചുകൊണ്ടിരിക്കുക. അവർ അസ്തേക് ദൈവങ്ങളെ ആരാധിക്കുന്നത് മാത്രമല്ല, അവരുടെ ജീവിതത്തില് എല്ലാ ദിവസവും അസ്തേക് ദേവതയ്ക്ക് ബലി അർപ്പിക്കണം. അതെങ്ങനത്തെ ബലിയ? നരബലി അർപ്പിച്ചാൽ മാത്രമേ സൂര്യൻ ഉദിക്കുകയുള്ളൂ എന്നാണ് അവരുടെ വിശ്വാസം. നരബലി അർപ്പിച്ചില്ലെങ്കിൽ സൂര്യൻ ഉദിക്കില്ല. ഇതാണ് അസ്തേക് വംശജരുടെ ഇടയിലുള്ള ഒരു പ്രത്യേകത. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നരബലി ആവശ്യമില്ല, നീ സൂര്യനായ യേശു ക്രിസ്തു മനുഷ്യന് വേണ്ടി കാൽവരി കുരിശിൽ ബലിയർപ്പിച്ച് ഉദിച്ചുയർന്നെങ്കിൽ ഇനി മറ്റൊരു നരബലിയുടെ ആവശ്യമില്ല. മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യ ജീവിതത്തിന്റെ പ്രകാശം
വിശ്വാസവുമായി മിഷണറിമാർ അസ്തേക് വംശജരുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. അവർ വന്ന് ഒരുപാട് കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് പഠിപ്പിച്ചു തുടങ്ങി. പക്ഷേ അസ്തേക് വംശജരുടെ ഇടയിൽ മാനസാന്തരങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അവർ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും മാനസാന്തരങ്ങൾ ഒന്നും നടക്കാതെ വരുമ്പോൾ അവർ ഏറെ സ്ട്രഗിൾ ചെയ്യുന്ന ഈ സമയത്ത് അവരുടെ ജീവിതത്തെ അടിച്ചമർത്താനാണ് അസ്തേക് വംശജർ കൂടുതലായി ശ്രമിക്കുക. അങ്ങനെ വിശ്വാസമില്ലാത്ത ഈ ദേശത്ത് 1537 പരിശുദ്ധ അമ്മ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. കാരണം അമ്മയുടെ ഇഷ്ടം ജനഹൃദയങ്ങളിൽ ഈശോ ജീവിക്കണം എന്നതാണ്. അമ്മയുടെ സ്വപ്നം അതാണ്, ജനഹൃദയങ്ങളിൽ ഈശോ ജീവിക്കണം. അപ്പോൾ അമ്മ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ജനം വിശ്വാസത്തിലേക്ക് വരേണ്ടതിനായി അമ്മയുടെ ഇടപെടലാണ് നമ്മളിവിടെ കാണുക. തെപ്പിയാഗ് മലനിരകളിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുക. അസ്തേക് വംശജരുടെ ഇടയിൽ തെപ്പിയാഗ് മലനിരകളിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുക. അവിടെയാണ് ഈ അസ്തേക് വംശജർ ദേവി ആരാധനയും നരബലിയും നടത്തിയിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അസ്തേക് വംശജരുടെ ഇടയിൽ നിന്ന് ജുവാൻ ഡിക്കോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാമോദിസ സ്വീകരിച്ച ക്രിസ്ത്യാനിയായി മാറി. അദ്ദേഹം തന്റെ അങ്കിൾ രോഗിയായിരിക്കുന്നതിനാൽ അങ്കിളിനെ കാണുവാനായി യാത്ര ചെയ്യുന്ന വഴിയിൽ ഈ തെപ്പിയാഗ് മലനിരകൾക്കിടയിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ അമ്മയാണ്. ഇവിടെ എന്റെ പേരിൽ നീ ഒരു ആലയം പണിയാൻ മെത്രാനോട് ബിഷപ്പിനോട് പറയണം. പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണ മനുഷ്യൻ ചെന്നിട്ട് പരിശുദ്ധ അമ്മ എന്നോട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഈ തെപ്പിയാഗ് മലനിരകളിൽ ഒരാലയം എന്റെ പേരിൽ പണിയണം, ഞാൻ ദൈവത്തിന്റെ അമ്മയാണെന്ന് പിതാവിനോട് ചെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം പിതാവ് വിശ്വസിക്കുകയില്ല. ഈ അമ്മ പറഞ്ഞത് കേട്ട് ഈ മനുഷ്യൻ, അമ്മ പ്രത്യക്ഷപ്പെടുക ഡിസംബർ 19 1931 അവിടെ ചെന്ന് പറയുമ്പോൾ പിതാവ് പറയുകയാണ്, എനിക്ക് തെളിവ് വേണം. ഇത് പറഞ്ഞത് പരിശുദ്ധ അമ്മയാണെന്നുള്ളതിന് തെളിവ് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയെ പ്രത്യക്ഷപ്പെടും. അമ്മ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് അദ്ദേഹത്തിന് മുമ്പിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധ അമ്മയെ പിതാവ് തെളിവ് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, നീ ആ മലനിരകളുടെ മുകളിലേക്ക് പോകുക. തെപ്പിയാഗ് മലനിരകളുടെ മുകളിലേക്ക് പോകണം. അവിടെ വളരുന്ന പൂക്കൾ നീ കട്ട് ചെയ്തെടുത്ത് എന്റെ അടുക്കൽ കൊണ്ടുവരിക. അമ്മ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, തെപ്പിയാഗ് മലനിരകളിൽ വളരുന്ന പൂക്കൾ കട്ട് ചെയ്ത് അത് എന്റെ അടുത്ത് കൊണ്ടുവരിക. അമ്മയുടെ അടുത്ത് കൊണ്ടുവരുന്നപ്പോൾ അമ്മ പറഞ്ഞു, നീ അത് കൊണ്ടുപോയി ബിഷപ്പിനെ കാണിക്കണം. കസ്റ്റീലിയൻ റോസസ് എന്നാണ് ആ റോസസ് അറിയപ്പെടുക. ഈ റോസസ് മെക്സിക്കോയിലുള്ള റോസസ് അല്ല. ഈ പൂക്കൾ അദ്ദേഹം കൊണ്ടുപോയി പിതാവിന് കൊടുത്തിട്ട് പറഞ്ഞു, ഈ പൂക്കൾ പിതാവിന് തരാൻ ആ സ്ത്രീ എന്നോട് ആവശ്യപ്പെട്ടു. ബിഷപ്പ് പൂക്കൾ മേടിക്കാൻ അദ്ദേഹത്തിന്റെ ഏപ്രിൽ ഇങ്ങനെ തുറന്ന് കാണിക്കുമ്പോൾ ആ ഏപ്രിൽ പരിശുദ്ധ അമ്മയുടെ രൂപം കാണുകയും അത് പരിശുദ്ധ അമ്മയാണെന്ന് പിതാവ് തിരിച്ചറിയുകയും അസ്തേക് വംശജർക്കായി മാത്രമായുള്ള വെളിപ്പെടുത്തലുകളാണ് രൂപത്തിൽ ആ ചിത്രത്തിൽ മുഴുവനായി നമുക്ക് കാണാൻ പറ്റുക. കടലുപ്പെ കാണാൻ ചിത്രത്തിൽ മുഴുവൻ സിമ്പിൾസ് ആണ്. അസ്തേക് മനുഷ്യർ ഉപയോഗിക്കുന്ന സിമ്പിൾസ് ആണ്, അവരുടെ ഭാഷ സിമ്പിൾസ് ആണ്. അപ്പോൾ ആ സിമ്പിൾസ് ആണ് അമ്മയുടെ ആ പിക്ചറിൽ മുഴുവനായി നമുക്ക് കാണാനായിട്ട് പറ്റുക. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ നിറയെ അസ്തേക് സിമ്പിൾസ് ഉണ്ട്. തല കുനിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ രൂപമാണ് കടലുപ്പെ മാതാവിന്റെ രൂപം. ഇത് അസ്തേക്കുകളുടെ ഇടയിൽ പ്രധാനമായും പറയുക ഒരു നോർമൽ വിമൻ ആണ്. തല കുനിച്ചു നിൽക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് സാധാരണ സ്ത്രീ എന്നാണ് അവരുടെ പ്രതീകമായിട്ട് പറയുക. ഇനി ഈ സ്ത്രീക്ക് നീണ്ട മുടി കാണിച്ചിട്ടുണ്ട്. നീണ്ട മുടി കന്യകയാണ് ആ സ്ത്രീ എന്നതിന്റെ അർത്ഥമാണ്. അപ്പോൾ അവള് ദേവതയല്ല, അവൾ കന്യകയാണ്. അപ്പോൾ അസ്തേക് രണ്ട് കാര്യം മനസ്സിലാക്കുകയാണ്. വീണ്ടും ഈ സ്ത്രീയുടെ അരയിൽ രാജകുമാരിമാർ ഗർഭിണികളായിരിക്കുമ്പോഴാണ് അരയിൽ ബെൽറ്റ് ധരിക്കുക. അപ്പോൾ അമ്മയുടെ അരയിൽ ബെൽറ്റ് ധരിക്കപ്പെടുന്നു. അസ്തേക് വംശജർക്ക് ഈ സിംബൽ രാജകുമാരിമാർ ഗർഭിണികളായിരിക്കുമ്പോഴാണ് ബെൽറ്റ് ധരിക്കുക. ഇനി
ഊന്നി നിൽക്കുന്ന ഈ ബെഡിന്റെ അടുത്തായിട്ട് ഉണ്ടി നിൽക്കുന്ന വയറുണ്ട്. അതിനടുത്ത് ഒരു പൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഈ രണ്ടിന്റെ അർത്ഥം പരിപൂർണതയും ദൈവികതയുമാണ്. ഇതൊരു സ്ത്രീയാണ്, കന്യകയാണ്, അവൾ ദൈവത്തെയാണ് വഹിക്കുന്നത്. ഇതാണ് ഇതിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് അർത്ഥങ്ങളും സിംബൽസും നിറഞ്ഞു നിൽക്കുന്ന ആ രൂപം അസ്തേർ വംശജരുടെ ഇടയിൽ വലിയൊരു ചലനം സൃഷ്ടിക്കുകയാണ്. അങ്ങനെ ആ വസ്ത്രത്തിൽ വീണ്ടും നമ്മൾ കാണും നക്ഷത്രങ്ങൾ ഒരു ക്രമം നമുക്ക് കാണാൻ പറ്റും. ഈ ഗാഡലൂപ്പെ മാതാവിന്റെ പടത്തിൽ, അമ്മയുടെ ചിത്രത്തില് നക്ഷത്രങ്ങൾ ഒരു ക്രമമായി അടങ്ങിയിരിക്കുകയാണ്. ഈ നക്ഷത്രങ്ങളുടെ പിന്നീട് ചരിത്രം പരിശോധിച്ചാൽ 1531 ഡിസംബർ 19 അസ്തേർ വംശജരുടെ ദേശത്ത് ആകാശത്ത് നിറഞ്ഞു നിന്ന നക്ഷത്രങ്ങളുടെ ക്രമം തന്നെയാണ് അമ്മയുടെ ആ ഉടുപ്പില് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആ രാത്രി അദൃഷ്ടമുണ്ടായിരുന്ന നക്ഷത്രങ്ങളുടെ നിലയാണിത്. കാര്യം മനസ്സിലായത് ദൈവത്തിന്റെ അമ്മയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അങ്കിളിനെ മീറ്റ് ചെയ്യാൻ പോയ ജുവാൻ ഡിയാസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിലാണ് ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാവുക. എന്നാൽ മറ്റൊരു അത്ഭുതം സംഭവിക്കുകയാണ്. മരണത്തോട് മല്ലടിച്ചു കിടന്നിരുന്ന അദ്ദേഹത്തിന്റെ അങ്കിൾ പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. അപ്പോൾ പിന്നെ ഈ പരിശുദ്ധ പ്രതിഷ്ഠകൾ നിരന്തരം തുടരുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയോട് ഇദ്ദേഹം ചോദിക്കുകയാണ്, അമ്മേ നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, സെന്റ് മേരി ഓഫ് ഗാഡലൂപ്പെ. അങ്ങനെയാണ് അമ്മയ്ക്ക് ഗാഡലൂപ്പെ മാതാവ് എന്നുള്ള പേര് കിട്ടുക. ഗാഡലൂപ്പെ എന്ന് പറയുന്ന അർത്ഥം കീഴടക്കുന്നവർ. നരബലി കൊണ്ട് വിഗ്രഹ ആരാധനയ്ക്ക് മുഴുവനായി സമർപ്പിച്ച ദൈവജനത്തിന്റെ അവിശ്വാസത്തെ, വിഗ്രഹ ആരാധനയെ, അസന്മാർഗതയെ കീഴടക്കിക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നിത്യജീവിതത്തിലേക്കുള്ള വലിയ പാത തുറക്കാൻ മുമ്പിൽ നിന്നുകൊണ്ട് പൈശാചിന്റെ കീഴടക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അല്ലെങ്കിൽ ഈ പ്രത്യക്ഷീകരണം മെക്സിക്കോയിൽ 40 ലക്ഷം മുതൽ 1 കോടി വരെ ജനങ്ങൾ മാനസാന്തരപ്പെട്ട് ക്രിസ്തീയരാകാനിടയെ. ശ്രദ്ധിക്കണം, ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ഒന്നാണ് 40 ലക്ഷം തൊട്ട് 1 കോടി വരെ ജനങ്ങൾ മാനസാന്തരപ്പെട്ട് പരിശുദ്ധ അമ്മയിലൂടെ യേശുവിലേക്ക് തിരിഞ്ഞു വരികയാണ്. അവരുടെ മതാചാരങ്ങൾ അവസാനിപ്പിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ തുടങ്ങിയ ജനത്തെ നമ്മൾ കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ ഉണ്ടാകും. ഞാനും നിങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ അമ്മയൊന്ന് കാണാൻ ആഗ്രഹിക്കുക, അമ്മയൊന്ന് കേൾക്കാൻ ആഗ്രഹിക്കുക, അമ്മയുടെ കൂടെ ഒന്നായിരിക്കാൻ ആഗ്രഹിക്കുക. അമ്മ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അമ്മയ്ക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, എല്ലാവരും ഈശോയെ ആരാധിക്കണം, എല്ലാവരും ഈശോയെ സ്നേഹിക്കണം. അമ്മയോട് ചേർന്ന് മുട്ടുകുത്താം. നമ്മുടെ കൊച്ചു കുറവുകളിൽ, നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ ഇല്ലായ്മകളിൽ അമ്മ തിരുക്കുമാരനോട് പറഞ്ഞ് നമുക്ക് വേണ്ടി വലിയ വലിയ ഇടപെടലുകൾ നടത്താൻ ഈ ആരാധന മണിക്കൂറുകളിൽ യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ അമ്മ നമ്മളെ ആരാധിക്കാൻ പഠിപ്പിക്കട്ടെ.
ആനന്ദിക്കും. നിത്യത ഓർത്തിടുമ്പോ എൻ ഹൃത്തടം ആനന്ദിക്കും. സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ കണ്ടിടുന്നു. സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ കണ്ടിടുന്നു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. ആരാധന യേശുനാഥ, ആരാധന ജീവനാഥ, ആരാധന യേശുനാഥ, ആരാധന ജീവനാഥ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളും. സർവശക്തനായ കർത്താവെ, കഷ്ടതയിൽ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരമരുളുന്ന അങ്ങയുടെ പക്കലേക്ക് മുടന്തൻ പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും നേരെ കരങ്ങൾ നീട്ടിയതുപോലെ കർത്താവെ, ജീവിതത്തിന്റെ താഴേക്കിടയിൽ നിന്ന്, കുറവുകളിൽ നിന്നും, പോരായ്മകളിൽ നിന്നും, ഇല്ലായ്മകളിൽ നിന്നും ഞങ്ങളിതാ നിന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി കരങ്ങൾ നീട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ സഹനങ്ങൾ കണ്ട് അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കണമേ. എൻ്റെ കർത്താവെ, അങ്ങയുടെ കരുണ ഈ കഷ്ടതയിലും ഈ തീവ്രവേദനയിലും ഞങ്ങളെ ഗ്രസിക്കാൻ തിരുമനസ്സാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രക്ഷയും നീതിയുക്തമായ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണത്തെയും ഞാനിതാ നോക്കിയിരിക്കുകയാണ്. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഈ ദാസിയോട്, ഈ ദാസനോട് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നല്ല ദൈവമേ, അവിടുന്ന് എത്രയോ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്രയോ ശ്രദ്ധാലുവാണ്. അങ്ങേക്ക് തുല്യനായ ആരുമില്ല കർത്താവെ. അങ്ങയുടെ രക്ഷയെ വിവരിക്കാൻ, പ്രഘോഷിക്കാൻ തുനിഞ്ഞാൽ അത് അസംഖ്യമാണല്ലോ. ഓ കർത്താവെ, അങ്ങയുടെ വലിയ കരുണ, രക്ഷയെല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങൾ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനേകം അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ അത്തരം ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ പ്രവർത്തികമാക്കുവാൻ, പ്രകടമാക്കുവാൻ കർത്താവെ അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കണം. ഓ ദൈവമേ, അങ്ങയുടെ വലിയ കരുണ, അങ്ങയുടെ വലിയ കരുതൽ ദൈവമേ അവിടുന്ന് എന്റെ ജീവിതത്തിലേക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ കർത്താവെ, ഒന്നുമില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ കർത്താവിന്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി അണഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തിന്റെ വലിയ ശക്തി ഈ വിശുദ്ധ സ്ഥലത്ത് ബലിപീഠത്തിൽ നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതിന് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഞാൻ നിന്നെ ആരാധിക്കുന്ന കർത്താവേ. കർത്താവേ, എൻ്റെ ജീവിതം നിനക്ക് തരികയാണ് കർത്താവേ. ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് യോഹന്നാൻ ശ്ലീഹായിലൂടെ ഞങ്ങളോട് പറയുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ കരുണ കരുതൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യനാഥന്റെ ചുറ്റും പരിശുദ്ധ മാലാഖമാർ, വിശുദ്ധ ഗണങ്ങൾ, പരിശുദ്ധ അമ്മ, ത്രിത്വൈക ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളുമായിരിക്കുക. നമ്മളെ തന്നെ നമുക്ക് എളിമപ്പെടുത്താം. ഓ ദൈവമേ, എന്റെ ജീവിതത്തിന്റെ എല്ലാ കുറവുകളും ഇത് അങ്ങയുടെ പക്കലേക്ക് ഞാൻ എടുത്തു വെക്കുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്
സഭാപിതാക്കന്മാരോട് ചേർന്ന്, പരിശുദ്ധരായ മാർപ്പാപ്പന്മാരോട് ചേർന്ന് കർത്താവെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു കർത്താവെ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു കർത്താവെ. ഭൂമിക്ക് അടിസ്ഥാനമിട്ട് ആകാശത്തെ വിരിച്ച എന്റെ സൃഷ്ടാവായ കർത്താവെ, നീ എന്നെ മറന്നിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെനഞ്ഞവൻ നീയ്, നിന്റെ ഉള്ളം കയ്യിൽ എന്റെ പേരെഴുതി വെച്ചവൻ നീയ് കർത്താവെ. ഇന്നെന്നെ സ്വർഗത്തിൽ ഓർമ്മിക്കുന്ന നിമിഷങ്ങളായി ഈ ആരാധന മണിക്കൂർ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവെ. എല്ലാ സങ്കടങ്ങളും ചേർത്ത് വെക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അവിടുന്ന് നിന്റെ കരബലം എന്റെ ജീവിതത്തിൽ പ്രകടമാക്കണം കർത്താവെ. ഞങ്ങൾ അങ്ങേ അറിഞ്ഞതുപോലെ അവരും അങ്ങേ അറിയണം. ഈ ലോകം മൊത്തം അങ്ങേ അറിയണം. അവരെല്ലാം അങ്ങയെ മഹത്വപ്പെടുത്തണം. അവരെല്ലാം അങ്ങയെ മഹത്വപ്പെടുത്താൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരണം. ഒരിടയനും ഒരാട്ടിൻ പറ്റവും ആകണം കർത്താവെ. ഈ ലോകത്തെ എല്ലാം നിന്റെ പക്കലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യ ആരാധന അനുഗ്രഹത്തിന്റെ മണിക്കൂറായി, ഓ ഈശോയെ അഭിഷേകത്തിന്റെ നിറവായി, ഓ കർത്താവെ കരുണയുടെ കരുതലായി, കടലായി മുങ്ങി തുടിക്കും വിധത്തിൽ കൃപകൾ ചെറിയപ്പെടേണ്ടതിന് പ്രിയപ്പെട്ട മക്കളെ ഈശോയുടെ പക്കലേക്ക് 2 കരങ്ങൾ നീട്ടിപ്പിടിക്കട്ടെ. എന്റെ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളും, എല്ലാ വേദനകളും, വഴിമുട്ടി കിടക്കുന്ന എല്ലാ അവസ്ഥകളും, നിന്റെ മുമ്പിൽ അടഞ്ഞുപോയ വാതിലുകളും എല്ലാം തുറക്കപ്പെടേണ്ടതിന് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് സർവശക്തനായ കർത്താവ് അവന്റെ കരബലം പ്രകടമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ച് വിളിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ 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 ഈശോ. ആരാധന 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 ആരാധന. മഹത്വം 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 മഹത്വം. കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ഉന്നതമായ കൃപ, ആരാധന കർത്താവേ, ആരാധന കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ആരാധിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതിമറന്ന് ഹൃദയം തുറന്ന് എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടെ ആരാധിക്കട്ടെ, പാടി പാടി ആരാധിക്കട്ടെ, സർവശക്തനെ പാടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഈശോയെ നന്ദി നന്ദി നന്ദി. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാം. അവന്റെ മഹാമഹിമയ്ക്ക് മുമ്പിലേക്ക് ജീവിതം ചേർത്ത് വെച്ച് കർത്താവിനെ ആരാധിക്കുന്ന ഈ മണിക്കൂറിൽ അത്ഭുതങ്ങൾ സംഭവിക്കും മക്കളെ, അടയാളങ്ങൾ സംഭവിക്കും, മാനസാന്തരങ്ങൾ ഉണ്ടാവും. ഈശോ മാത്രം അഭയമെന്ന് വിചാരിച്ച് ഹൃദയം ചേർത്ത് വെച്ച് അനുസ്മരിക്കാൻ ഞാൻ ഇടയാക്കുന്നിടത്തെല്ലാം ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഈ ആലയത്തിൽ, ഈ ബലിപീഠത്തിൽ തിരുവോസ്തുരൂപനായി നീ സന്നിഹിതനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഈശോയെ. ഈശോയെ, സമരിയാക്കാരിക്ക് വേണ്ടി കിണറിന്റെ കരയിൽ കാത്തിരുന്നത് പോലെ ഈശോയെ, എനിക്ക് വേണ്ടി ഈ തിരുവോസ്തിയിൽ നീ സന്നിഹിതനാണ്. പ്രിയപ്പെട്ട മക്കളെ, ആരൊക്കെ ഈ ആരാധനയിൽ പങ്കുചേരുന്നു അവരെല്ലാം ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈശോയുടെ പക്കലേക്ക് നിന്റെ ജീവിതം ചേർത്ത് വെക്കണം. ജപമണി മാലകളിലൂടെ പ്രാർത്ഥനാ നിരതരായി നാം കടന്നു പോകുന്ന ഈ ദിനങ്ങളിൽ ഈശോയെ പിരിയാത്ത പരിശുദ്ധ അമ്മ, ഈശോ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന പരിശുദ്ധയമ്മ, നിന്റെ ജീവിതത്തിന്റെ വഴികളിൽ ഈശോയുടെ കൂടെ ചേർന്നിരിക്കാൻ നിന്നെ വിളിക്കുന്ന പരിശുദ്ധയമ്മ, ആ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചേ മക്കളെ. ആ അമ്മയുടെ കരം പിടിക്കുന്നേ. ആ അമ്മയുടെ സ്നേഹം നിന്റെ ജീവിതത്തിൽ ആവോളം കിട്ടാൻ നീ ആഗ്രഹിക്കും. അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈശോയെ ആരാധിക്കുകയാണ് ഞാനും നിങ്ങളും ഈ സമയം. എന്റെ ഈശോയെ, പരിശുദ്ധ അമ്മ അങ്ങേ ആരാധിച്ചതുപോലെ, പരിശുദ്ധ അമ്മ അങ്ങയോട് ചേർന്നിരുന്നത് പോലെ ഞാനും ഇതാ ഈശോയെ അങ്ങയോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഒരുപാട് സ്നേഹത്തോടെ ഈശോയുടെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ അമ്മ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: എൻ്റെ കുഞ്ഞെ, എൻ്റെ അമൂലോത്ഭവ ഹൃദയം വളരെ ദുഃഖപൂരിതമായിരിക്കുകയാണ്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. എൻ്റെ ചെറിയ കുഞ്ഞെ, നിന്റെ കുരിശിന്റെ വേളയിൽ നിന്നെ താങ്ങുന്നതും ശക്തിപ്പെടുത്തുന്നതും എൻ്റെ സ്നേഹമാണെന്ന് നിനക്കറിയാമോ? എന്നിൽ കൂടുതലായി വിശ്വാസമർപ്പിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈ ആരാധനയിൽ തിരുവോസ്തിയിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ കണ്ണുകൾ നിറയുന്നുണ്ടാവും. ഈശോ എന്തേ എന്നെയൊന്ന് തൊടാത്തത്? ഈശോ എന്തേ എനിക്കൊരു ഉത്തരം തരാത്തത്?
തോന്നുന്നുണ്ടാവും. എന്നാൽ പരിശുദ്ധ അമ്മ തിരുവികാരുണ്യ ആരാധനയുടെ മധ്യത്തിൽ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ഈ നിരാശയുടെ നിമിഷങ്ങളിൽ, നിരാശയും സങ്കടവും നിനക്ക് തോന്നുമ്പോൾ നീ പ്രാർത്ഥിക്കാൻ അമ്മ നിന്നോട് ആവശ്യപ്പെടുകയാണ്. നിന്റെ കൊച്ചു കൊച്ചു അപൂർണതകളെ മറികടക്കാൻ സഹായിക്കുന്നതിനായി, പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയർത്താനായിട്ട് ആകുലതകളെല്ലാം തിരുമുമ്പിലേക്ക് കാഴ്ചവെക്കാൻ അമ്മ നിന്റെ അടുത്ത് നിൽപ്പുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ആ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതം ചേർത്ത് വയ്ക്കാം. അമ്മയുടെ ഹൃദയത്തിൽ, അമ്മയുടെ ഉദരത്തിൽ തുടിച്ച ഈശോയുടെ ദിവ്യ ഹൃദയം ഈ തിരുവോസ്തിയിലുണ്ട്. ഈശോയുടെ പാദത്തിങ്കലേക്ക് എളിയവരും ചെറിയവരുമായ എല്ലാവരെയും ഈശോ ക്ഷണിക്കുകയാണ്. ഈശോ പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരവകാശവും യോഗ്യതയുമില്ലാഞ്ഞിട്ടും അനേകർ ഈ നാളുകൾ കുർബാന പോലും കാണാൻ കൊതിക്കുന്ന ഈ നാളുകളിൽ കർത്താവിന്റെ ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിലായിരിക്കാൻ ഒരു സവിശേഷ കൃപ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈശോയോട് ചേർന്നിരിക്കും. ഈശോ തരുന്ന സവിശേഷമായ കൃപ, ഈശോ തരുന്ന സവിശേഷമായ ആനന്ദം അതനുഭവിക്കാൻ ആഗ്രഹിക്കാം. അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച്, ഈശോയെ ഈ സമയം എന്നോടൊന്ന് ഇടപെടണേ, എന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഒന്ന് കടന്നു വന്ന് ഇടപെടണമേ, ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണമേ, ആരിലും ശ്രേഷ്ഠമായി എന്നോടൊന്ന് ഇടപെടണേ കർത്താവെ. ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കാരുണ്യനാഥൻ നമ്മോട് പറയുകയാണ്, മകനെ മകളെ, നിന്റെ ഹൃദയത്തിൽ എരിഞ്ഞു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്ന 2 സ്നേഹപ്രകടനങ്ങളാണ് സഹനവും ആരാധനയും. ഈശോയുള്ള സ്നേഹത്താൽ സഹിക്കുക, ഈശോയുള്ള സ്നേഹം കൊണ്ട് ആരാധിക്കാൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ ആരാധന മണിക്കൂർ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അവരോടുള്ള സ്നേഹം കൊണ്ട് സഹിക്കുവാൻ, അവരോടുള്ള സ്നേഹം കൊണ്ട് ആരാധന അർപ്പിക്കാൻ. ഈശോയുടെയും പിതാവിന്റെയും കണ്ണുകളിൽ സഹനത്തിന് മൂല്യം നൽകുക സ്നേഹമാണ്. ഈ പ്രാർത്ഥനയ്ക്കായി അണഞ്ഞിരിക്കുന്ന ഓരോരുത്തർക്കുമുണ്ട് ചെറുതും വലുതുമായ സഹനങ്ങൾ. ആരാധന, ഈശോയുടെ മുമ്പിലുള്ള ആരാധന വിലപിടിപ്പുള്ളതാക്കുന്നത്, അവന്റെ ഹൃദയത്തിന് പ്രീതകരമാക്കി മാറ്റുക സ്നേഹമാണ് മക്കളെ. അതാണ് സ്നേഹത്തിൽ സഹിക്കണമെന്നും സ്നേഹത്തിൽ ആരാധിക്കണമെന്നും തുറക്കപ്പെട്ട ഹൃദയത്തിലൂടെ ഈശോ നമ്മോട് ആവശ്യപ്പെടുക. സഹനത്തിലൂടെ നമുക്ക് കിട്ടുന്ന സ്നേഹം നമ്മുടെ കുടുംബത്തിലേക്ക് കൃപയൊഴുക്കാനുള്ളതാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട യുവാവേ, പ്രിയപ്പെട്ട യുവതി, എല്ലാറ്റിനെയും ഭരിക്കുന്ന കർത്താവ് അവിടുത്തെ കരുണയുടെ സമൃദ്ധിയിൽ നിന്റെ ജീവിതത്തെ ഇന്ന് നിറയ്ക്കാൻ പോവുകയാണ്. ഈശോയെ, എന്റെ ഈശോയെ, ഈ ആരാധന ജീവിതത്തിനായിട്ട് നീ ഞങ്ങളെ വിളിച്ചിരിക്കുകയാണല്ലോ കർത്താവേ. കൂടുതൽ കൂടുതൽ ഔദാര്യത്തോടെ, തീഷ്ണതയോടെ ഞങ്ങളെ തന്നെ പങ്കുവെക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സ്വാർത്ഥതയുടെ കെട്ടുകളൊക്കെ നമുക്ക് എടുത്തു മാറ്റാം. എല്ലാവർക്കും വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കാം. വിശാലമായ ഹൃദയം നമുക്കുണ്ടാവട്ടെ. വിശ്വാസത്തിന്റെ, ശരണത്തിന്റെ, സ്നേഹത്തിന്റെ അടയാളമുള്ള മക്കളായി നമ്മൾ മാറണം. അതിലൂടെയാണ് കർത്താവിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുക. എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞില്ലേ, ഇസ്രായേൽ ഭവനത്തിന് ഒരടയാളമായി ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നു. എന്റെ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ, ആയിരിക്കുന്ന സമൂഹത്തിൽ, ആയിരിക്കുന്ന കുടുംബത്തിൽ ആരാധന അർപ്പിച്ചുകൊണ്ടുള്ള ഒരടയാളമായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. പ്രാർത്ഥിക്കും മക്കളെ. ഈശോയ്ക്ക് ആരാധന അർപ്പിച്ചുകൊണ്ടുള്ള ഒരു അടയാളമായി നമുക്ക് മാറണം. നമ്മുടെ ആരാധന സമയം പാഴാക്കലല്ല കേട്ടോ. ഇത് ദൈവത്തിന്റെ പദ്ധതിയിലുള്ള പങ്കുചേരലാണ്. ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് ഈ ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മഹാമാരിയും
സഭ അനുഭവിക്കുന്ന മറ്റു പല പ്രശ്നങ്ങളും, പ്രതിസന്ധികളും, രാഷ്ട്രത്തിന്റെ വലിയ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെ നമ്മൾ സമർപ്പിക്കുകയും ഇത് സമയം പാഴാക്കലല്ല. ഈശോയെ, ഞാൻ അളക്കുന്നത് പോലെയോ ഞാൻ കാണുന്നത് പോലെ അല്ല ഈശോയെ നീ എല്ലാം കാണുന്നത്. എൻ്റെ ഈശോയെ, പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് അവരെന്തേ അങ്ങനെയൊന്നും പ്രവർത്തിക്കാതെ, അവരെന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചത്? പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിന്റെ എല്ലാ ചോദ്യങ്ങളും ഈശോയുടെ പക്കലേക്ക് എടുത്തു വെക്കും. ഈശോയോടുള്ള സൗഹൃദത്തിൽ നമുക്ക് പങ്കുചേരാം. നീ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിന്നെ തെരഞ്ഞെടുക്കുകയാണ്. ഈശോയുടെ സ്നേഹം വ്യക്തിപരമായ സ്നേഹമാണ്. ശാന്തമായ ഈശോയുടെ മുമ്പിലിരുന്ന് കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിച്ചൊന്ന് ആരാധിക്കാൻ പോവുകയാണ് ഈശോയെ. സ്നേഹിച്ച് നമുക്ക് ആരാധിക്കണം. ഈശോയെ, സ്നേഹിക്കുന്നേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നേ ദിനവും യേശുവിൻ്റെ കൂടെ. അതേ മക്കളെ, എന്തൊക്കെ സങ്കടങ്ങളും വേദനകളും ഒറ്റപ്പെടുത്തലും ആത്മഹത്യയുടെ മുമ്പിലാണെങ്കിലും ഈശോയുടെ ചാരത്തിൽ നിന്ന് സ്നേഹിക്കാൻ ഈ സമയം എൻ്റെ മക്കൾ ഉപയോഗിക്കണം. യോഹന്നാൻ സ്നേഹം ഈശോയുടെ തിരുമാറിലേക്ക് ചാരിയിരുന്നത് പോലെ ഈശോയുടെ തിരുമാറിലേക്ക് ചാരിയിരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കും, സ്നേഹിക്കുന്നേൻ യേശുവേ ദിനവും യേശുവിൻ്റെ കൂടെ. അതെ, അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ നീ സ്നേഹിച്ച് നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തിലേക്ക് ദൈവകരുണ ഒഴുകി ഒഴുകി എത്തും. മക്കളെ, നിരാശപ്പെട്ടു പോവാതെ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കും. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയരേ യേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയരേ യേശുനാഥ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. നിനക്കാവശ്യമുള്ളതെല്ലാം ഞാൻ നിനക്ക് നൽകുന്നു. പരിശുദ്ധയമ്മ ഒരിക്കൽ ദർശനത്തിൽ ഒരു സന്യാസിനോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ കൊച്ചു കുഞ്ഞെ, നിനക്കാവശ്യമുള്ളതെല്ലാം ഞാൻ നിനക്ക് തരുന്നു. എൻ്റെ മകൻ്റെ ശരീരവും രക്തവും കൊണ്ട് ഞാൻ നിന്നെ പരിപോഷിപ്പിക്കുന്നു. കുംഭസാരത്തിൽ
പാപങ്ങൾ എടുത്തു നീക്കാൻ എൻ്റെ കൃപ നിന്നെ സഹായിക്കുന്നു. എത്രമാത്രം സാധിക്കുന്നു അതനുസരിച്ച് കൂടെ കൂടെ നീ പ്രാർത്ഥിക്കണം. കൂടെ കൂടെ ഈശോയുടെ അടുക്കലേക്ക് നീ ചേർന്നിരിക്കണം. കുർബാനയിൽ നീ പങ്കുചേരണം. നീ ദുർബലയാകുമ്പോൾ ഞാൻ നിന്നെ കൈകളിൽ ഉയർത്തും. പ്രിയപ്പെട്ട മക്കളെ, ഇത് അമ്മയുടെ വാഗ്ദാനമാണ്. നമ്മുടെ ജീവിതത്തിലെ നമ്മെ ദുർബലരാക്കുന്നു, നമ്മളെ പരാജയപ്പെടുത്തുന്നു, നമ്മളെ തകർത്ത് കളയുന്നു, മനസ്സ് പതറിപ്പോകുന്ന അവസ്ഥകളൊക്കെ സമർപ്പിക്കും. ഈശോയുടെ അടുക്കിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പോലും തോന്നാത്ത വിധത്തിൽ ദിവ്യകാരുണ്യീശോ അനേകം ജീവിതങ്ങളിൽ സമയം ചേർത്ത് പിടിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. കർത്താവിനുള്ളിലിരുന്ന് കരയാൻ അനേകം ജീവിതങ്ങൾക്ക് കൃപ കൊടുക്കുകയാണ്. ശക്തമായ തലവേദനയുള്ള ഒരു വ്യക്തിയെ ഈശോ ഇപ്പോൾ സൗഖ്യപ്പെടുത്തുകയാണ്. മകൻ വീട് വിട്ടുപോയിട്ട് തിരിച്ചു വരാത്തൊരു കുടുംബത്തിന് മകനെ കുറിച്ചുള്ള അറിവ് 3 ആഴ്ചക്കുള്ളിൽ കിട്ടുന്നതായി കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, എല്ലാം ഏൽപ്പിച്ചു കൊടുത്തേ. ജീവിത പങ്കാളിയോടൊപ്പം പ്രാർത്ഥിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന 7 കുടുംബങ്ങൾ. കർത്താവേ, ഞങ്ങളുടെ കുടുംബം പ്രാർത്ഥനയുള്ള കുടുംബം, ഒരുമിച്ചുള്ള പ്രാർത്ഥനയുള്ള കുടുംബമാക്കി മാറ്റണമേ എന്ന് ആഗ്രഹിക്കുന്ന 7 കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ കരുണ ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, സ്തുതിക്കട്ടെ. എല്ലാ ജീവിതങ്ങളും സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്ന കർത്താവെ, ആരാധിക്കുന്നു. ഈശോ ആരാധിക്കുന്നു, ഈശോയെ വിനീതമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. വിനീതമായ ഹൃദയത്തോടെ എത്രയോ മക്കളാണ് വിവാഹ തടസ്സം അനുഭവിക്കുന്ന അനേകം മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. 2 കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്ന എല്ലാവരുടെയും വേദനകൾ അങ്ങയുടെ പക്കലേക്ക് എടുത്തു വെക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി ചതയപ്പെട്ട, മുറിയപ്പെട്ട അങ്ങയുടെ തിരുവേദിയുടെ അനന്തയോഗ്യതയാൽ ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണം. ഈശോയെ സ്തുതിക്കുന്നു. ആരാധിക്കുന്നു. ഈശോയെ, നന്ദി. കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈശോയുടെ കൈകളിലേക്ക് നമ്മുടെ ജീവിതം ചേർത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ.
ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായ പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായ പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സന്തോഷത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, മംഗളവാർത്ത. പരിശുദ്ധ ദൈവമാതാവ് ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അറിയിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം, ഏലീശ്വയെ സന്ദർശിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവ് ഏലീശ്വ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് 3 മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം, തിരുപ്പിറവി. പരിശുദ്ധ ദൈവമാതാവ് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബേത്ലഹേം നഗരിയിൽ പാതിരായ്ക്ക് പ്രസവിച്ച് ഒരു തൊഴുത്തിൽ കിടത്തി എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ.
നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവ്യരഹസ്യം. ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നു. പരിശുദ്ധ ദൈവമാതാവ് തന്റെ ശുദ്ധീകരണത്തിന്റെ നാൾ വന്നപ്പോൾ ഈശോ മിശിഹായെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ശമയോൻ എന്ന മഹാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവ്യരഹസ്യം. ഈശോയെ കണ്ടെത്തുന്നു. പരിശുദ്ധ ദൈവമാതാവ് തന്റെ ദിവ്യകുമാരന് 12 വയസ്സായിരിക്കെ അവിടുത്തെ കാണാതെ 3 ദിവസം അന്വേഷിച്ചിട്ട്
മൂന്നാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തി എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റപ്പായേലെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പെ, ശ്ലീഹന്മാരായ വിശുദ്ധ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ.
മെശിഹായെ അനുഗ്രഹിക്കണമേ. മെശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മെശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മെശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മെശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മെശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മെശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവവരപ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യകന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക്